മലയാളികളായ യുവ സംരംഭകരെ ആദരിക്കാൻ കൈരളി പീപ്പിൾ ടിവി നൽകുന്ന ഇന്നോടെക് സ്റ്റാർട്ടപ്പ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇത് രണ്ടാം തവണയാണ് കൈരളി പീപ്പിൾ ടിവി മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് അവാർഡ് നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലവും നൂതന ആശയവും കൊണ്ട് സംരംഭക രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച യുവ സംരംഭകരെയാണ് കൈരളി പീപ്പിൾ ടിവി ഇന്നോടെക് അവാർഡ് നൽകി ആദരിച്ചത്. IT വിഭാഗത്തിൽ ശാസ്ത്ര റോബോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി, IT ഇതര വിഭാഗത്തിൽ കൈനാമാക് കൊച്ചി, സാമൂഹിക പ്രതിബദ്ധത സ്റ്റാർട്ടപ്പായി പത്തനാപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് 360 എന്നിവരും പ്രത്യേക പുരസ്കാരത്തിന് പോളിസ്കിൻ ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരവും അർഹരായി. കൊല്ലം റാവിസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ലഭിച്ച 100ഓളം അപേക്ഷകളിൽ നിന്നാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. മലയാളികൾ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയായിരുന്നു പുരസ്കാരത്തിന് പരിഗണിച്ചത്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക സിഇഒയും പ്ലാനിംഗ് ബോർഡ് മുന്നംഗവുമായ G. വിജയരാഘവൻ, കേരള സ്റ്റാർട്ട് മിഷൻ സിഇഒ ഡോക്ടർ സജ്ജി ഗോപിനാഥ് എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ കണ്ടെത്തിയത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും കൈരളി TV ചീഫ് എഡിറ്ററുമായ ജോൺ ബിട്ടാസ്, മുകേഷ് MLA, കൊല്ലം മേയർ അഡ്വക്കേറ്റ് V. രാജേന്ദ്രബാബു, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ഡോക്ടർ M. ബീന IAS, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ TR അജയൻ, A. വിജയരാഘവൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. മികച്ച കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച 4 ഇന്നോടെക്കുകളാണ് കൈരളി ഇന്നോടെക് 2017 പുരസ്കാരത്തിന് അർഹരായത്. സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും പുരസ്കാര ജേതാക്കൾ വ്യത്യസ്തരാകുന്നു. മനുഷ്യന്റെ കൈകൾക്ക് അസാധ്യമായത് ചെയ്യാൻ കഴിയുന്ന റോബോട്ടിക് ഹാൻഡ് വികസിപ്പിച്ചെടുത്തതിനാണ് IT വിഭാഗത്തിൽ കൊച്ചി ശാസ്ത്ര റോബോട്ടിക്സ് പുരസ്കാരത്തിന് അർഹരായത്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച അഖിൽ, അച്ചു വിൽസൺ, ആരോണിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിജയം കൈവരിച്ച പദ്ധതിക്ക് തുടക്കം. ഇന്ന് ലോകത്തെ 87 കമ്പനികളുമായി ബന്ധം സ്ഥാപിക്കുകയും യുദ്ധരംഗത്ത് വരെ റോബോട്ടിക് ഹാൻഡ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശാസ്ത്ര റോബോട്ടിക്സ്. വളരെ വലിയൊരു നമ്മളുടെ മഹാനടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിയിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർഷകന്റെ അധ്വാനഭാരം കുറയ്ക്കാൻ ഒരു യന്ത്രമെന്ന ചിന്തയിൽ നിന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ അശ്വന്തിന്റെയും ജെറിഷ് ജോണിന്റെയും സ്വപ്നം സഫലമായത്. കൈനാമാക് ലാൻഡ് പ്രോ എന്ന ഉപകരണം പാടശേഖരത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ട്രില്ലറിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് കൈനാമാക് നടത്തിയത്. അപ്പോൾ നമുക്കുള്ള നമ്മളുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ മനുഷ്യൻ കൈവച്ചാണല്ലോ എല്ലാം ചെയ്യണേ. അപ്പോൾ അതേ കൈ പോലെ തന്നെ ഒരു മെഷീൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ തുടങ്ങി ആണ് ഈ എക്യുപ്മെന്റ് ഡെവലപ്പ് ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ ഗ്രാമീണ IT പാർക്ക് കോർപ്പറേറ്റ് 360 എന്ന പേരിൽ പത്തനാപുരത്ത് സ്ഥാപിച്ച വരുൺ ചന്ദ്രൻ എന്ന യുവാവാണ് സാമൂഹികോന്മുഖ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായത്. 5 ജീവനക്കാരുമായി തുടക്കമിട്ട കോർപ്പറേറ്റ് 360യിൽ ഇന്ന് 70 പേർ ജോലി ചെയ്യുന്നു. അമേരിക്കയിലും സിംഗപ്പൂരിലും ഓഫീസുകൾ ആരംഭിച്ചു. പുതിയ മാർക്കറ്റിംഗ് ഡാറ്റ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചായിരുന്നു കമ്പനിയുടെ തുടക്കം. പത്തനാപുരത്ത് ഒരു കമ്പനി തുടങ്ങിയാൽ നിങ്ങൾ ശമ്പളം തരുമോ, ഇതൊക്കെ പറ്റിപ്പാണോ, പൂട്ടി പോകുമെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്തു. ഒരു 5 ആളെ എടുത്തു. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു 100ഓളം ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്തു. പൊള്ളലേറ്റവർക്കും പ്രമേഹ രോഗികൾക്കും ഏറെ ആശ്വാസമായ പോളിസ്കിൻ എന്ന കണ്ടുപിടുത്തമാണ് പ്രത്യേക പുരസ്കാരത്തിന് അർഹമായത്. ഡോക്ടർ രാജ്മോഹന്റെ നേതൃത്വത്തിൽ പോളിസ്കിൻ ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ആരോഗ്യരംഗത്ത് വിപ്ലവം കുറിച്ച കൃത്രിമത്വക്കിന്റെയും ജൈവത്വക്കിന്റെയും ഉപജ്ഞാതാക്കൾ. അതിൽ എത്രയോ ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരളത്തും ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലോട്ട് വളരെ പണ്ട് കടത്തിക്കൊണ്ടുപോവുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഗഹനമായി പഠിക്കുകയും ചെയ്തു. അത് പലരും അറിഞ്ഞിട്ടില്ല. അതിൽ നിന്നുള്ള പല കാര്യങ്ങളാണ് തിരിച്ച് കണ്ടുപിടുത്തങ്ങളായിട്ട് ലോകത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ച കേന്ദ്ര വിജ്ഞാപനത്തിന് സ്റ്റേ. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് വിജ്ഞാപനം 4 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. തമിഴ്നാട് കൂടാതെ രാജ്യവ്യാപകമായി ഉത്തരവ് ബാധകമാണ്. ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്ത മദ്രാസ് IITയിലെ മലയാളി വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സൂരജിനാണ് മർദ്ദനമേറ്റത്. വലതു കണ്ണിനുൾപ്പെടെ സാരമായി പരിക്കേറ്റ സൂരജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്തതിന് മദ്രാസ് IITയിലെ മലയാളിയായ ഗവേഷക വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടത് അപലപനീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഫ് കഴിച്ചതിന് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണ് തല്ലിപ്പൊളിച്ച നടപടി നിർഭാഗ്യകരമാണ്. ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേലുള്ള അസഹിഷ്ണുതയുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണിത്. സൂരജിന് നേരിട്ട ആക്രമണത്തിനുമേൽ ആവശ്യമായ നടപടികളെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭ്യർത്ഥിച്ചു.
ഭക്ഷണരീതി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക. അക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായി ആരും പുറപ്പെടേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടത് സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കൊച്ചി വൈറ്റിലയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ബാബറി മസ്ജിദ് കേസിൽ BJPക്ക് തിരിച്ചടി. LK അദ്വാനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരായ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ലക്നൌവിലെ CBI കോടതി പുനഃസ്ഥാപിച്ചു. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് അദ്വാനി, മുരളി മനോഹർ ജോഷിയും അടക്കമുള്ളവർ സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ ജാമ്യം അദ്വാനിക്കും കൂട്ടുപ്രതികൾക്കും കോടതി അനുവദിച്ചു. EP ജയരാജനെതിരായ ബന്ധു നിയമന കേസ് അവസാനിപ്പിക്കുന്നതായി വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. കേസിൽ കഴമ്പില്ലെന്നും കേസെടുത്തതിൽ വിജിലൻസിന് തെറ്റുപറ്റിയെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ആർക്കു വേണ്ടിയാണ് കേസ് എടുത്തതെന്ന് ചോദിച്ച കോടതി മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി കേസ് എടുക്കരുതെന്ന് വിജിലൻസിനെ ഓർമ്മിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ജൂൺ 30-നകം പ്രഖ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. മദ്യവർജനത്തിലും ലഹരി വിമുക്തിയിലും ഊന്നിയാകും പുതിയ നയം. ടൂറിസം മേഖലയെ UDF സർക്കാരിന്റെ മദ്യനയം സാരമായി ബാധിച്ചു. ഇതുകൂടി പരിഗണിച്ചായിരിക്കും മദ്യനയം പ്രഖ്യാപിക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് 38 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ. ദില്ലിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡാണ് അംഗീകാരം നൽകിയത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് MD ഏലിയാസ് ജോർജ് പറഞ്ഞു. അസമിൽ കാണാതായ വ്യോമസേന പൈലറ്റ് അച്യുദേവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് ഇമെയിൽ സന്ദേശത്തിൽ ഇക്കാര്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിമാനാവശിഷ്ടങ്ങളും ബ്ലാക്ക് ബോക്സും കണ്ടെത്തിയ സാഹചര്യത്തിൽ അച്യുദേവിന്റെ കുടുംബം അതീവ ഉത്കണ്ഠയിലാണ്. ഇപ്പോൾ തേജ്പൂരിലുള്ള കുടുംബാംഗങ്ങളുടെ ഉത്കണ്ഠ അകറ്റുന്നതിനാവശ്യമായ വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ സെൻകുമാറിനോടൊപ്പം 15 വർഷമായി തുടർന്നു വന്ന ഗ്രേഡ് SI അനിലിനെ സർക്കാർ സ്ഥലം മാറ്റി. DGP ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. DGP സെൻകുമാറിനുള്ള 4 ഗൺമാന്മാരുടെ സുരക്ഷ തുടരും. തിരുവനന്തപുരം മേഖലയിലെ ഡേ കെയറുകളിൽ CCTV നിർബന്ധമാക്കണമെന്ന് റേഞ്ച് IG മനോജ് എബ്രഹാമിന്റെ ഉത്തരവ്. രക്ഷിതാക്കൾക്ക് CCTV ദൃശ്യങ്ങൾ തത്സമയം ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കൊച്ചിയിലെ ഡേ കെയറിൽ കുഞ്ഞിനു നേരെയുണ്ടായ പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി.